സോണിയ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളുടെ സെക്കൻഡ് സെം കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ തന്നെ 1 മാർക്കിന്റെ സെക്ഷനും 2 മാർക്കിന്റെ സെക്ഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ, ഈ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ ഡിഗ്രി ക്ലാസ്സസ് അതിന്റെ അകത്ത് ഈ ഒരു പാർട്ട് 1ഉം പാർട്ട് 2ഉം കിടപ്പുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3, പാർട്ട് 3 പാർട്ട് 4 ആണ്. യൂണിറ്റ് 3, യൂണിറ്റ് 4 മീൻസ് 3 മാർക്കിന്റെ സെക്ഷനും 5 മാർക്കിന്റെ സെക്ഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും മീൻസ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. സോ എങ്ങനെയാണ് ഓരോ പാഠത്തിനും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ യൂണിറ്റ് 3 ആണ്. ദാറ്റ് മീൻസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ആ 7 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ, ആൻസർ എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ് 5, 4, 1, 2 by 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഐഗൻ വാല്യൂസും കണ്ടുപിടിക്കണം, ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതുവരെയുള്ളതിനകത്ത് ഐഗൻ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ മുൻപുള്ള ക്വസ്റ്റ്യനുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐഗൻ വെക്ടേഴ്സും ഐഗൻ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. മീൻസ് ഇത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് വന്നത് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഞാൻ അത് ഡീപ് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. സോ അത് സോൾവ് ചെയ്ത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് കിട്ടും, λ² - 7 λ + 6 = 0. അടുത്തത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ലാംഡയുടെ വാല്യൂ 6 അല്ലെങ്കിൽ 1 കിട്ടും. അതും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ഇതിന്റെ കൂടെ തന്നെ. സോ λ = 6 or 1 കിട്ടി. Therefore ഐഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, 6ഉം 1ഉം ആണ്. അപ്പം ഇവിടം വരെ നിങ്ങൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആകെ 1 മാർക്കോ അല്ലെങ്കിൽ 1.5 മാർക്കോ കിട്ടത്തുള്ളൂ. സോ അടുത്ത് നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം ഐഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ 2 ഐഗൻ വാല്യൂസ് കിട്ടുന്നുണ്ട്. λ1 = 6, λ2 = 1, 2 ഐഗൻ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ λ = 6ന് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ a - λ × x = 0 മീൻസ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് ഐഗൻ വെക്ടർ. ഈ എക്സ് എന്ന് പറയുന്നത് ഇത് തന്നിരിക്കുന്ന മെട്രിക്സ് 2/2 ആയതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഒറ്റ കോളമുള്ള 2 റോസ് ഉള്ള x1 x2 മീൻസ് കോളം മെട്രിക്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ a - λ × x = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയ്ക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് 5 - 6 ദാറ്റ് ഈസ് -1. അടുത്തത് 4, 1, 2 - 6 -4. ഈ 2 - 6 ഒക്കെ ഇവിടെയാണ് കേട്ടോ. ലാംഡയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ -1, 4, 1, -4 രണ്ടും സെയിം ഇക്വേഷൻ ആണ്. രണ്ടും മീൻസ് 2 റോസും സെയിം ആണ് അല്ലെ, മൈനസിന്റെ വ്യത്യാസമുള്ളൂ. സോ നമുക്ക് എങ്ങനെ എഴുതാം, -x1 + 4x2 = 0 അല്ലെങ്കിൽ x1 - 4x2 = 0. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെ എഴുതാം, x1 = 4x2 എന്ന് എഴുതാം. അപ്പം ഈ ഒരു എക്സിന്റെ വാല്യൂസ് ആണ് x1ഉം x2ഉം. അപ്പൊ x1 = 4x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം, 4x2 അടുത്ത റോ എന്ന് പറയുന്നത് x2 എന്ന് പറഞ്ഞാൽ സിംപ്ലി ഈ x2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് നോൺ സീറോ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് x = k × 4, 1 എന്ന് പറഞ്ഞാൽ x2ന്റെ 4 ടൈംസ് ആണ് x1. സോ k × 4, 1 where k is a non-zero constant is eigen vector corresponding to λ = 6. ഇങ്ങനെയാണ് നമ്മൾ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്നത്. അടുത്ത നമുക്ക് λ = 1ന് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് എഴുതുന്നു, a - λ × x = 0 എന്ന മെട്രിക്സ് ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് ഇവിടെ ലാംഡയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, മീൻസ് നമ്മൾ നേരത്തെ എഴുതിയ a - λ = 0 ഇല്ല, അതിൽ ലാംഡയ്ക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 - 1 4 വരും. പിന്നെ അടുത്ത എൻട്രി 4, പിന്നെ 1, പിന്നെ അത് കഴിഞ്ഞിട്ട്
2 മൈനസ് 1 ദാറ്റ് ഈസ് 2 മൈനസ് ലാംഡയാണ് വരുന്നത്. 2 മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് 1. സോ അത് നമ്മൾ 4 4 1 1 അത് രണ്ടും സെയിം ആണ്. ഒന്നെങ്കിൽ 4x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 0. രണ്ട് കേസിൽ നമുക്ക് എന്താ കിട്ടുക? x1 ഈസ് ഈക്വൽ ടു മൈനസ് x2. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? x ഈസ് ഈക്വൽ ടു k ഇൻറ്റു വേർ k ഈസ് എ നോൺ സീറോ കോൺസ്റ്റന്റ് 1 മൈനസ് 1 കോളം മെട്രിക്സ് 1 മൈനസ് 1 ഈസ് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 1. 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. വിച്ച് ഈസ് എൻക്ലോസ്ഡ് ബൈ ദ പരാബോള y ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ദ ലൈൻ y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിന്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്തെ ഇത് ഇങ്ങനെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മീൻസ് ഏരിയ എന്ന് പറയുന്നത് രണ്ട് കർവിന്റെ ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അപ്പർ കർവ് ഏതാണ് ലോവർ കർവ് ഏതാണെന്ന് അറിയണം. എന്നിട്ട് അപ്പർ കർവ് മൈനസ് ലോവർ കർവ് നമുക്ക് ഓവർ ദ ലിമിറ്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. അപ്പം ഓൾറെഡി നിങ്ങൾ ഈ ഇക്വേഷൻ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഇവിടെ അപ്പർ കർവ് ഏതാണ് ലോവർ കർവ് ഏതാണ് എന്നറിയണം. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് കർവുകൾ ഉണ്ട്. സിമ്പിൾ ആയിട്ട് റഫ് ആയിട്ട് നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. y ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവും ഉണ്ട്. അതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന കർവും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തറിയണം? ആദ്യം നമുക്ക് പോയിന്റ്സ് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സും വൈയും പോയിന്റ്സ് നമ്മൾ നോക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു വിചാരിക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 0 y ഈസ് ഈക്വൽ ടു 2 വരും. ഇനി y ഈസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? y ഈസ് ഈക്വൽ ടു 2 കൊടുത്തു. അപ്പം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 വരും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0 വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 0 വന്നു. y ഈസ് ഈക്വൽ ടു 1 കൊടുത്തു നോക്ക്. y ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 വരും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 1. അപ്പൊ നമുക്ക് 1 1 അല്ലെങ്കിൽ മൈനസ് 1 കൊടുക്കാൻ പറ്റും. സോ നമുക്ക് -1 എന്ന് പറയുന്ന പോയിന്റ് അതുപോലെ തന്നെ 1 1 എന്ന് പറയുന്ന പോയിന്റും കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് y ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സും വൈയും വാല്യൂസ് എക്സ് 0 കൊടുക്കുമ്പോൾ y 0 വരും, എക്സ് 1 കൊടുക്കുമ്പോൾ y -1 വരും, എക്സ് 2 കൊടുക്കുമ്പോൾ y -2 വരും. ഇനി y 2 കൊടുത്തു എന്ന് വിചാരിക്കും, y 2 കൊടുത്താൽ എക്സ് ഈക്വൽ ടു -2 വരും. ഇങ്ങനെയാണ് പോയിന്റ്സ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന് റഫ് ആയിട്ടൊന്ന് വരയ്ക്കണം. അപ്പം XY ആക്സിസുകൾ വരച്ചു, XY ആക്സിസുകൾ വരച്ച് റഫ് ആയിട്ടൊന്ന് നോക്കിയാൽ മതി. കാരണം ഇവിടെ ഡ്രോയിങ് അല്ല ഇമ്പോർട്ടന്റ്, ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. എങ്കിലും നമുക്ക് ലിമിറ്റ്സ് അറിയണമെങ്കിൽ ഇത് വരച്ച് നോക്കണം. സോ ആദ്യം നമുക്ക് 0 2 എന്ന് പറയുന്ന പോയിന്റ് നോക്കണം. 0 2 എന്ന് പറയുന്ന പോയിന്റ് നോക്കുമ്പോൾ അത് എക്സ് കോർഡിനേറ്റ് 0. സോ ഇവിടെ 2 ആണെങ്കിൽ ഇത് 0 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇവിടെ 2 ആണെങ്കിൽ ഇത് 2 0 പോയിന്റ് ആണ്. സോ അത് രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അടുത്തൊരു പോയിന്റും കൂടെ നമുക്കൊന്ന് കൊടുക്കാം. -1 1 ഉം 1 1 1 1 എന്ന് പറയുന്ന പോയിന്റ് ഏത് വരും? ഏകദേശം ഇതിന്റെ ഒരു ഇടയ്ക്ക് വരും അല്ലെ. 1 1 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് -1 1 അത് ഏകദേശം ഇവിടെ വരും. അപ്പൊ ഈ ഒരു കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകും. പരാബോളയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും. 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ പോയി എന്ന് വിചാരിക്കും. ഇതാണ് y ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ്. വരച്ച് നോക്കുമ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സിന്റെ ഗ്രാഫ്. 0 0 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് 1 -1 1 വരണം, -1. അടുത്തത് 2 -2 2 -2 വരണം. സോ ഇങ്ങനെ പോവും. അതുപോലെ -2 2 ഏകദേശം ഇങ്ങനെ പോവും. അപ്പോൾ -2 2 ഇങ്ങനെ പോയി നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. അപ്പം ഇതാണ് ഗ്രാഫ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ അപ്പർ കർവ് ഏതാണ് ലോവർ കർവ് ഇതാണ് y ഈസ് ഈക്വൽ ടു -x. അത് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, അപ്പർ കർവ് ഏതാണ് ലോവർ കർവ് ഏതാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചത്. അപ്പം അപ്പർ കർവ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ലോവർ കർവ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു -x ആണ്. ഇനി എക്സിന്റെ ലിമിറ്റ്സ് നോക്കണം. എക്സിന്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് ഈ ഒരു പോയിന്റ് വരെയാണ് അതിന്റെ മൂവ്മെന്റ് പോകുന്നത് അല്ലെ. അപ്പം നമ്മൾ ഇത് മീൻസ് ഈ രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കിയാൽ മതി. y ഈസ് ഈക്വൽ ടു -x ആയിരിക്കണം. അതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 വരും. സോ ഇത് -1 എന്ന് പറയുന്ന പോയിന്റ് വരും. അടുത്തത് ഈ ഒരു പോയിന്റ് ഇതുപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 വരും. ഞാനിത്
റഫായിട്ട് വരച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഐഡിയ 2ന്റെ ഇതിലേക്ക് പോവാത്തത്. എങ്കിലും പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ്സ് എങ്ങനെ കിട്ടി? -1 തൊട്ട് 2 വരെ. ഇനി നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ഇന്റഗ്രൽ a to b f of x മൈനസ് g of x dx. f of x എന്ന് പറയുന്ന അപ്പർ കർവ്, g of x എന്ന് പറയുന്ന ലോവർ കർവ്. ഇവിടുത്തെ അപ്പർ കർവ് 2 മൈനസ് എക്സ് സ്ക്വയർ, ലോവർ കർവ് മൈനസ് എക്സ്. 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. കാരണം മൈനസ് എക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. y ഈക്വൽ ടു മൈനസ് എക്സ് എന്നാണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് ഇതൊന്ന് സോൾവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ -1 to 2 പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. 2ന്റെ ഇന്റഗ്രൽ 2x, എക്സിന്റെ ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ x ക്യൂബ് ഡിവൈഡഡ് ബൈ 3. -1 തൊട്ട് 2 വരെ. അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 9/2 യൂണിറ്റ്സ്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 2 x ക്യൂബ് ഇൻറ്റു 2ax മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 dx. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യാനുന്നതിന് മുന്നേ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ആ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പം ജെനുവിൻ അറ്റംപ്റ്റിന് ഡിഗ്രി എക്സാംസിന്റെ മാർക്ക് അനാലിസിസ് അല്ലെങ്കിൽ മാർക്ക് ഇടുന്ന സമയത്ത് മീൻസ് ഒരു ക്വസ്റ്റ്യൻ റോങ് ആണ് അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും ജെനുവിൻ അറ്റംപ്റ്റിന് എന്ത് കൊടുക്കാം? മാർക്ക് കൊടുക്കാം എന്നാണ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരിക. അപ്പം ഇത് എങ്ങനെയാണ് ഇതിന്റെ ജെനുവിൻ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ്. ലെറ്റ് i ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇത് നോട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. മിസ്റ്റേക്ക് എവിടെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇന്റഗ്രൽ 0 to 2a ആണ് നമ്മുടെ നിങ്ങൾ നോട്ടിൽ ചെയ്ത് പഠിച്ചുള്ള ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 2a ആണ്. അപ്പൊ 0 to 2a വന്നു കഴിഞ്ഞാൽ മാത്രമേ അവസാനം നമുക്ക് a ഒക്കെ ക്യാൻസൽ ആയി പോയി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എവിടെയാണ് നമുക്കത് മനസ്സിലാകുക എന്നുള്ളത് പറയാം. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ എക്സാമിന് ചെയ്തു വെച്ച് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ വന്ന് ഇത്ര വരെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്യുന്നത്. സോ i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 x ക്യൂബ് ഇൻറ്റു 2ax മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 dx. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 x ക്യൂബ് ഇൻറ്റു എന്ത് ചെയ്തു? ഇതിന്റെ ഉള്ളിൽ നിന്ന് എക്സ് റേസ് ടു 3 എക്സിനെ പുറത്തെടുത്തു. അപ്പം ഹോൾ റേസ് ടു 3/2 ഉള്ളതുകൊണ്ട് എക്സിനെ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു 3/2. എക്സ് റേസ് ടു 3/2 ഇൻറ്റു 2a മൈനസ് എക്സ് ഹോൾ റേസ് ടു 3/2 dx. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 x റേസ് ടു 9/2 3 പ്ലസ് 3/2. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് റേസ് ടു 3/2 എന്താ? എക്സ് റേസ് ടു 3 പ്ലസ് 3/2. 3 പ്ലസ് 3/2 എന്ന് പറയുന്നത് 9/2 ആണ്. So x raised to 9/2 into 2a minus x whole raised to 3/2 dx. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ലെറ്റ് x is equal to 2a sin square theta എന്ന് കൊടുത്തു. അപ്പൊ dx എന്ത് വരും? 2a into sin square theta ഇന്റഗ്രൽ 2a sin theta cos theta. സോ അവസാനം 4a sin theta cos theta t theta എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. സോ x is equal to 0 ലിമിറ്റും കൂടെ നമ്മൾ മാറ്റുകയാണ്. x equal to 0 കൊടുക്കുമ്പോൾ theta is equal to 0 എന്ന് വരും. x equal to 2 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് theta is equal to pi/2a എന്നല്ല, sin theta is equal to, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ sin square theta is equal to 1/a എന്നുള്ള വാല്യൂ കിട്ടണം. sin square theta is equal to 1/a. അങ്ങനെ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ 1/a ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് അല്ലേ a, അപ്പൊ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത്രയും വരെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത മീൻസ് നോട്ടിൽ ചെയ്ത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് x is equal to 2a ആയിരുന്നെങ്കിൽ ലിമിറ്റ്സിൽ x is equal to 2a ആണ്. അപ്പം x is equal to 2a ആയിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് sin square theta is equal to 1 എന്ന് വന്നേനെ. അതായത് sin theta is equal to pi/2 എന്ന് വന്നേനെ. അത് കഴിഞ്ഞ് നമുക്ക് റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കുക. 2a മൈനസ് എക്സ് ഹോൾ റേസ് ടു 3/2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അത് അടുത്തത് x റേസ് ടു 9/2 ഇൻറ്റു. അപ്പം ഇത്രയും ചെയ്ത് എഴുതി വെച്ചിട്ട് അവിടെ നിങ്ങൾ എഴുതി അത്രയും വെട്ടിക്കളയരുത്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വെട്ടിക്കളയരുത്. നിങ്ങൾക്ക് ബാക്കി ഏതെങ്കിലും ഒരിടത്തിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഇത് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഫുൾ മാർക്ക് കിട്ടും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇന്റഗ്രൽ sec raised to 2/3x cosec raised to 4/3x dx.
dx. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഇന്റഗ്രൽ സൈൻ റേസ് ടു പി എക്സ്, കോസ് റേസ് ടു ക്യൂ എക്സ് ഡി എക്സ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്റഗ്രൽ സീക് റേസ് ടു എൻ എക്സ്, കൊസീക് റേസ് ടു ക്യൂ എക്സ് ഡി എക്സ് ഫോർമുല ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോസ് എക്സ് ആണ്, കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 സൈൻ എക്സ് ആണ്. ആ ഐഡിയ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഇന്റഗ്രൽ സീക് റേസ് ടു 2/3 എക്സ് ഇൻറ്റു കൊസീക് റേസ് ടു 4/3 എക്സ് ഡി എക്സ് എങ്ങനെ എഴുതി? ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് റേസ് ടു 4/3 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 2/3. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് റേസ് ടു 4/3 ഇൻറ്റു ഇവിടെ ഞാൻ ഈ സൈൻ എക്സ് റേസ് ടു 4/3 ആക്കുന്ന കണക്ക് ഈ കോസ് എക്സിന്റെ പവർ എനിക്ക് മീൻസ് സൈൻ എക്സിന്റെ താഴോട്ട് കോസ് എക്സിനെ എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ കോസ് എക്സ് റേസ് ടു 2/3ന്റെ കൂടെ ഒരു 4/3 ആഡ് ചെയ്യുന്നു, ഒരു 4/3 മൈനസ് ചെയ്യുന്നു. അപ്പൊ ബാലൻസ് ആവുമല്ലോ. എന്നിട്ട് ഈ 2/3 പ്ലസ് 4/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 6/3. ദാറ്റ് ഈസ് 2, ഒരു ഹോൾ നമ്പർ ആയി. സോ നമുക്ക് അവിടുന്ന് ഫ്രാക്ഷനെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ബാക്കിയുള്ളത് ഈ കോസ് എക്സ് റേസ് ടു മൈനസ് 4/3. കോസ് എക്സ് റേസ് ടു മൈനസ് 4/3 എന്ന് പറഞ്ഞാൽ എന്താ? അത് 1 കോസ് എക്സ് റേസ് ടു 4/3. സോ അതിന് ഞാൻ മീൻസ് സൈൻ എക്സിന്റെ പവർ 4/3 ആണ്, കോസ് എക്സ് 1 കോസ് എക്സിന്റെ പവർ 4/3 ആണ്. അപ്പൊ ഞാൻ അതിന് ഒരുമിച്ച് സൈൻ എക്സ് ബൈ ഡി ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ റേസ് ടു 4/3 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു. ഇനി ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് അല്ലെ. സോ ഇതെന്ത് എഴുതി? സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. സോ ടാൻ എക്സ് ഹോൾ റേസ് ടു 4/3. ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. മീൻസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ് എന്ന് നമുക്കറിയാം. സോ അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. യു ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഡി യു ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ യു റേസ് ടു 4/3. ദാറ്റ് ഈസ് ഇന്റഗ്രൽ യു റേസ് ടു മൈനസ് 4/3 ഡി യു. അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് യു റേസ് ടു മൈനസ് 4/3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 4/3 പ്ലസ് 1 പ്ലസ് സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. സോ മൈനസ് 4/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ യു റേസ് ടു മൈനസ് 1/3 ആണ്. സോ യു റേസ് ടു മൈനസ് 1/3 ഡിവൈഡഡ് ബൈ മൈനസ് 1/3 പ്ലസ് സി ദാറ്റ് ഈസ് മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു മൈനസ് 3 ആണ്. സോ മൈനസ് 3 ഡിവൈഡഡ് ബൈ യു റേസ് ടു മൈനസ് 1/3 താഴോട്ട് എടുത്തു. സോ യു റേസ് ടു 1/3. സോ ദാറ്റ് ഈസ് യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്നായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. സോ ദിസ് ഈസ് ആൻസർ ഈസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഹോൾ റേസ് ടു 1/3 പ്ലസ് സി. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് എനി സ്ക്വയർ മെട്രിക്സ് എ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഹാവ് ദ സെയിം ഐഗൻ വാല്യൂസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് സിമ്പിൾ ആയിട്ട് മേടിക്കാം. കാരണം 4 മാർക്കിനുള്ള അത്ര എഴുതാനൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യണം. മീൻസ് ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ 4 മാർക്ക് ചുമ്മാതെ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് എ ഉണ്ട്, അതിന്റെ ട്രാൻസ്പോസ് ഒരെണ്ണമുണ്ട്, എന്നിട്ട് അവർക്ക് 2 പേർക്കും ഒരേ ഐഗൻ വാല്യൂ ആണ് എന്ന് പറയണം. അപ്പൊ നമുക്ക് ഐഗൻ വാല്യൂ എന്താണ് എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? എയുടെ ഐഗൻ വാല്യൂ ആയിട്ട് ലാംഡേനെ എടുത്തു. ലെറ്റ് ലാംഡ ബി ദ ഐഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ലാംഡ ഐഗൻ വാല്യൂ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണ്. എ മൈനസ് ലാംഡയുടെ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? സോ എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ കോൺസ്റ്റന്റ് ആണ്. സോ അതിനൊരു ട്രാൻസ്പോസ് ഇല്ല, മെട്രിക്സുകൾക്ക് മാത്രമേ ട്രാൻസ്പോസ് ഉള്ളൂ. സോ ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ ലാംഡ ഇൻറ്റു ഐ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഇൻറ്റു ഐ. ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ, ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഐ എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണ്. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ഇത് ഈക്വൽ ടു ഇതെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ ദിസ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഐ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ. കാരണം എന്താ? ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. സോ എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐയുടെ ട്രാൻസ്പോസാ. സോ ഇവരുടെ എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനന്റും സെയിം ആയിരിക്കും. സോ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ്
ലാംഡ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ എന്ന് എഴുതാം. ഈ ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഹോൾ ട്രാൻസ്പോസ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായാലും ഇതും ഈക്വൽ ടു 0 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഹോൾ ട്രാൻസ്പോസിന്റെ അല്ലെ. അപ്പം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ, ഇപ്പം എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ എയുടെ ഐഗൻ വാല്യൂ ആണ്. അപ്പം ഇത് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ലാംഡ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിന്റെയും ഐഗൻ വാല്യൂ ആണ്. therefore നമുക്ക് എന്ത് പറയാം? ലാംഡ ഈസ് ആൻ എ മൈനസ് ലാംഡ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ട്രാൻസ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണിക്കേണ്ടത് ഷോ ദാറ്റ് എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2u log u വേർ log u ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3x പ്ലസ് 4y. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഓയിലേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട്, കാരണം എപ്പോഴും നിങ്ങൾ ആലോചിച്ചു വേണം എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇതിനോട് ഈക്വൽ ആണ് എന്ന് കാണിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഓയിലേഴ്സ് തിയറം വെച്ചിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എന്താ തന്നിരിക്കുന്നത്? ലോഗ് യു ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3x പ്ലസ് 4y എന്ന് തന്നു. അതിന് ഞാൻ എന്തായിട്ട് എടുത്തു? Z ആയിട്ട് എടുത്തു. Z ഈസ് ഈക്വൽ ടു ലോഗ് യു എന്ന് കൊടുത്തു. അപ്പം ലോഗ് യു എന്ന് പറയുന്ന വാല്യൂ എന്താ ക്വസ്റ്റ്യനിൽ തന്നത്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3x പ്ലസ് 4y. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഹോമോജീനസ് ഫംഗ്ഷൻ, ഞാൻ ഓൾറെഡി ഹോമോജീനസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ മോളിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സിന്റെ വൈന്റെ ടേംസിലാണ്. രണ്ടിന്റെയും ഡിഗ്രി, എക്സിന്റെ ഡിഗ്രി 3 ആണ്, വൈന്റെ ഡിഗ്രി 3 ആണ്. സോ ഇതൊരു ഹോമോജീനസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്ന ഹോമോജീനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 3 ആണ്. അടുത്ത താഴെ എന്ന് പറയുന്നത് 3x പ്ലസ് 4y. അവിടെ എക്സിന്റെ ഡിഗ്രി 1 ആണ്, വൈന്റെ ഡിഗ്രി 1 ആണ്. സോ 3x പ്ലസ് 4y എന്ന് പറയുന്നത് ഹോമോജീനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു മുഴുവൻ ഫംഗ്ഷൻ എങ്ങനെ എടുക്കാം? ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി മൈനസ് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി, അതായിരിക്കും ഈ ലോഗ് യു എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഹോമോജീനസ് ഫംഗ്ഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഞാൻ ഇവിടെ ഈ ഒരു എക്സ് ക്യൂബ് കോമൺ എടുത്ത് എക്സ് കോമൺ എടുത്ത് താഴെ എങ്ങനെ വന്നു? എക്സ് സ്ക്വയർ ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് എന്ന് വന്നു. അതാണ് ഹോമോജീനസ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഹോമോജീനസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഹോമോജീനസ് ഫംഗ്ഷൻ എങ്ങനെയാവും? ഈ എഫ് ഓഫ് എക്സ് വൈനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, മീൻസ് എക്സ് റേസ് ടു എൻ ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് എ ഹോമോജീനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എൻ എന്ന് വിളിക്കും. അപ്പം എക്സിന്റെ പവർ ആണ് ഡിഗ്രി വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ പവർ എന്താണ്? 2 ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ z ഈസ് ഈക്വൽ ടു ലോഗ് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ ഹോമോജീനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 2 ഇൻ എക്സ് ആൻഡ് വൈ എന്ന് പറയാം. എക്സിന്റെ വൈന്റെ ടേംസിലുള്ള ഡിഗ്രി 2 ഉള്ള ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് z എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഹോമോജീനസ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഓയിലേഴ്സ് തിയറം ഉണ്ട്. ഓയിലേഴ്സ് തിയറം സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സോ ഓയിലേഴ്സ് തിയറം പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എൻ ഇൻ എക്സ് ആൻഡ് വൈ, എക്സിന്റെ വൈന്റെ ടേംസിലുള്ള ഒരു ഹോമോജിനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എൻ ആണെങ്കിൽ യുവിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു യു. എൻ എന്ന് പറയുന്നത് ഈ ഹോമോജിനസ് ഫംഗ്ഷന്റെ ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു വന്നതിൽ ആരാ ഹോമോജിനസ് ഫംഗ്ഷൻ? Z ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സെഡ്. എൻ ഇൻറ്റു സെഡിന് വരെ n ഈക്വൽ ടു എന്താണ്? 2 ആണ്. സോ 2 ഇൻറ്റു സെഡ്. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ഡോ സെഡ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. സോ ഡോ സെഡ് ബൈ ഡോ എക്സിനെ കൂടെ ഒന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. സോ സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ലോഗ് യു ആണ്. എന്ന് പറഞ്ഞാൽ സെഡ് എന്ന് പറയുന്ന യുവിന്റെ ഫംഗ്ഷൻ ആണ്, ലോഗ് യുവിന്റെ ഫംഗ്ഷൻ ആണ്. യു ആരുടെ ഫംഗ്ഷൻ ആണ്? എക്സിന്റെ വൈന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യാം. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് യു എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡോ ബൈ
ഡോ സെഡ് ബൈ ഡോ എക്സ് എങ്ങനെ എഴുതാം? ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഡോ സെഡ് ബൈ ഡോ യു വേണം. ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുമ്പോൾ എന്താ അത്? 1/u ആണ് അല്ലെ. 1/u ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. ഇത് സിമിലർലി നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ എങ്ങനെ എഴുതാം? ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. കാരണം നമുക്കറിയാം സെഡ് എന്ന് പറയുന്നത് യുവിന്റെ ഫംഗ്ഷൻ ആണ്, യു ആണ് എക്സിന്റെ വൈയുടെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് സെഡിനെ ഡയറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് ആര് കിടപ്പുണ്ട്? യു കിടപ്പുണ്ട്. സോ ഈ വാല്യൂസ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡോ സെഡ് ബൈ ഡോ എക്സിന്റെ ഡോ സെഡ് ബൈ ഡോ വൈയുടെയും ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1/u ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു 1/u ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സെഡ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷനിൽ നിന്ന് 1/u കോമൺ എടുത്തു. അപ്പൊ 1/u ഇൻറ്റു എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2 log u. ദാറ്റ് ഈസ് യുവിന് അപ്പുറം കൊണ്ടുപോയി നമുക്കപ്പോ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2u log u. സോ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഹെൻസ് ദ പ്രൂഫ്. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ഇത്രയും നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും. അടുത്തത് 22ാമത്തെ ക്വസ്റ്റൻ ആണ്. നമുക്കൊരു പോളാർ കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കാർഡിയോയുടെ r ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ലെങ്ത് ഓഫ് എ പോളാർ കർവ് r ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആ ഒരു പോളാർ കർവ് തന്നിട്ടുള്ളെങ്കിൽ വേറെ തീറ്റയുടെ ലിമിറ്റ്സും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാം? L ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ. അപ്പൊ കാർഡിയോയിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 2π വരെ. കാർഡിയോയിഡ് എന്താണെന്ന് അറിയണം. അപ്പൊ കാർഡിയോയിഡ് മീൻസ് കറക്റ്റ് ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ടല്ല, റഫ് ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് വരച്ച് കാണിക്കാം. കാർഡിയോയിഡ് എന്ന് പറയുമ്പം ഈ ഒരു മീൻസ് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പ് വരും കാർഡിയോയിഡിന്. ഇവിടെ ഒരു ഹേർട്ടിന്റെ ഇങ്ങനെ ഒരു കുനിപ്പ് പോലെ ഒരു സംഭവം വരും. സോ ഈ ഒരു ഇതിന്റെ ലിമിറ്റ്സ് നമ്മൾ നോക്കണം. ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോളാർ കർവിന്റെ ലിമിറ്റ്സ് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 തൊട്ട് 2π വരെ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫിഗേഴ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. കാർഡിയോയിഡ്, അതുപോലെ തന്നെ ലെംനിസ്കേറ്റ്, ഇങ്ങനെയുള്ള ആ ഒരു 2 ഫിഗേഴ്സ് എപ്പോഴും ഓർത്ത് വെക്കണം. എപ്പോഴും തന്നെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ r ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ആണ് തന്നിരിക്കുന്നത്. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ വേണം? dr ബൈ ഡി തീറ്റ വേണം, dr ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ വേണം, എന്നിട്ട് r സ്ക്വയർ പ്ലസ് dr ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു. dr ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? കോസ് തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് സൈൻ തീറ്റ. ഈ ഒരു മൈനസും കൂടെ കൂട്ടി അതെന്തായി? dr ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നായി. സോ അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? r സ്ക്വയർ പ്ലസ് dr ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ. r സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തു a മൈനസ് ബി ഹോൾ സ്ക്വയർ. സോ 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. സോ 1 പ്ലസ് 1 2 ആയി. 2 മൈനസ് 2 കോസ് തീറ്റ. ഇനി നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ലെങ്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇന്റഗ്രൽ 0 ടു 2π റൂട്ട് ഓഫ് 2 മൈനസ് 2 കോസ് തീറ്റ ഡി തീറ്റ. ഇനി 2 മൈനസ് 2 കോസ് തീറ്റ ഡി തീറ്റനെ കോസ് തീറ്റനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഇതൊക്കെ ബേസിക് ഫോർമുലാസ് ആണ്. നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും ക്ലാസ് ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 മൈനസ് 2 കോസ് തീറ്റ. അപ്പം 2 ഇൻറ്റു എഴുതുമ്പോൾ 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വാല്യൂ 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 ടു 2π റൂട്ട് ഓഫ് 4 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡി തീറ്റ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു 2π. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ മോഡുലസ് എടുക്കണം. എന്നിട്ട് നമ്മൾ അത് ആ ഒരു പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ സൈനിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കും. സോ 2 മോഡ് സൈൻ തീറ്റ ബൈ 2 ഡി തീറ്റ. ഇനി സൈൻ എക്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 2π വരെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ അതിനേക്കാളും വലുത് എന്നുള്ളതാണ്. സോ നമുക്ക് മോഡ് സൈൻ തീറ്റ ബൈ 2 എന്താവും? സൈൻ തീറ്റ ബൈ 2. സോ ഇന്റഗ്രൽ എടുക്കുകയാണ്. സൈൻ തീറ്റ ബൈ 2ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ ബൈ 2ന്റെ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് 1/2. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ ചെയ്യുന്നു. ഫൈനൽ ആൻസർ നിങ്ങൾ ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കുക. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ
തന്നെ ചെയ്ത് നോക്കി നിങ്ങൾക്ക്, കാരണം മൈനസ് പ്ലസ് എല്ലാം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ തന്നെ ചെയ്ത് അത് റെഡിയാക്കുക. സോ ഫൈനൽ ആൻസർ വരുന്നത് 8 യൂണിറ്റ്സ് ആണ്. പാർട്ട് സിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ക്വസ്റ്റിന് പാർട്ട് സിയിലുള്ളൂ ഫസ്റ്റ് യൂണിറ്റിന്. രണ്ടാമത്തെ യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ ആണ്. 18ഉം 19ഉം ക്വസ്റ്റ്യൻ, 18, 19 2 ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന്റെ സെക്ഷനിൽ വന്നിട്ടുള്ളത് രണ്ടാമത്തെ യൂണിറ്റിന്. അടുത്തത് മൂന്നാമത്തെ യൂണിറ്റ്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിലേക്ക് പോകുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 17ാമത്തേതും 22ാമത്തേതും അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന്റെ സെക്ഷനിൽ വന്നിട്ടുള്ളത്. നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മെട്രിക്സിന്റെ യൂണിറ്റ് ആണ്, ലീനിയർ ഓൾജിബ്രയുടെ യൂണിറ്റ് ആണ്. സോ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 2 ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ അകത്ത് വന്നിട്ടുള്ളത്, 16ാമത്തേതും അതുപോലെ തന്നെ 20ാമത്തേതും. അടുത്തത് യൂണിറ്റ് 4ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. ആ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. 4 എണ്ണത്തിൽ ആകെ 2 എണ്ണം നമുക്ക് ആൻസർ ചെയ്താൽ മതി. സോ 4 ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ടാൻ യു. അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്കിവിടെ യു ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ തരണമായിരുന്നു. അതൊക്കെ സിമ്പിൾ മിസ്റ്റേക്കുകളാണ്, കാരണം ഇത് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് മാത്തമാറ്റിക്സ്. സോ നമുക്കറിയാം ഇവിടെ യു ഈസ് ഈക്വൽ ടു ജസ്റ്റ് എന്ന് കൊടുത്താൽ മതി എന്നുള്ളത്. ക്വസ്റ്റ്യൻ റോങ് ആണ് എന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരിക്കരുത്. സോ ഇതെങ്ങനെയാണ് യു ഈസ് ഈക്വൽ ടു കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ യു ഈസ് ഈക്വൽ ടു എന്ത് എഴുതി? ദറ്റ് യു ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ. ദറ്റ് ഈസ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ സൈൻ ഇൻവേഴ്സിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഞാൻ ഫംഗ്ഷന് വേറൊരു പേര് കൊടുത്തു. ഇതേ സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എടുത്ത് നോക്കുക അത്, കാരണം ഇതിന് പകരം ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സൈൻ യു എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ. അപ്പൊ ഇവിടെ ഇത് ഹോമോജിനസ് ഫംഗ്ഷന്റെ ഡിഗ്രി നോക്കാനായിട്ട് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഗ്രി നോക്കുക. എക്സ് പ്ലസ് വൈ അതിന്റെ ഡിഗ്രി, എക്സിന്റെ ഡിഗ്രി 1 ആണ്, വൈന്റെ ഡിഗ്രി 1 ആണ്. സോ ഇത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഹോമോജിനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 ആണ്. ഇനി റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ, ഇവിടെ എക്സിന്റെ ഡിഗ്രി 1/2 ആണ്, വൈന്റെ ഡിഗ്രി 1/2 ആണ്. സോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എത്രയാണ്? 1/2 ആണ്. അപ്പൊ ഈ ഹോൾ ഫംഗ്ഷന്റെ ഡിഗ്രി എങ്ങനെയായിരിക്കും? 1 മൈനസ് 1/2, ന്യൂമറേറ്ററിന്റെ ഡിഗ്രി മൈനസ് ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 1/2, ദാറ്റ് ഈസ് 1/2 എന്ന് പറയുന്ന ഡിഗ്രി കിട്ടും. സോ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു ഈസ് എ ഹോമോജിനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1/2 എന്ന് പറയാം. അപ്പൊ നമുക്കിനി ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യണം. സോ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഓയിലേഴ്സ് തിയറം എന്താണെന്ന് അറിയണം. ഓയിലേഴ്സ് തിയറം യു എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് ഫംഗ്ഷൻ ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 21 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെർഫോർ ബൈ ഓയിലേഴ്സ് തിയറം എന്തെഴുതാം? എക്സ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡബ്ല്യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ 1/2 ആണ്, ഡബ്ല്യുവിന്റെ വാല്യൂ സൈൻ യു ആണ്. സോ 1/2 സൈൻ യു. ഇനി നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ എന്താ? അത് കോസ് യു ആണ് അല്ലെ. സോ കോസ് യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. അടുത്തത് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന യുവിന്റെ ഫംഗ്ഷൻ ആണ്, യു എക്സിന്റെ വൈന്റെ ഫംഗ്ഷൻ ആണ്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഇതിലേക്ക് ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എക്സ് ഇൻറ്റു കോസ് യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 സൈൻ യു. ദാറ്റ് ഈസ് കോസ് യു ഞാൻ കോമൺ എടുത്തു. സോ കോസ് യു ഇൻറ്റു എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 സൈൻ യു. ദെർഫോർ കോസ് യുവിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 ടാൻ യു. സോ ഈ ഒരു 23ാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ്. സോ ഇത് ഫസ്റ്റ് പാർട്ടാണ്. സോ ഈ ഒരു പാർട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കിൽ ഒരു 2.5 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടും. അടുത്ത പാർട്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ അടുത്ത പാർട്ട് നമുക്ക് നോക്കാം.
23ാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് നോക്കി. എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു സൈൻ യു കോസ് 2u ഡിവൈഡഡ് ബൈ 4 കോസ് ക്യൂബ് യു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് പാർട്ടിയിൽ എന്ത് റിസൾട്ട് ഉണ്ട്? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇസ് ഇക്വൽ ടു 1/2 ടാൻ യു എന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മുടെ പ്രൂവ് ചെയ്ത് വെച്ച സാധനത്തിന് ഞാൻ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? എക്സും എക്സിന്റെ ഫംഗ്ഷൻ ആണ്, ഡോ യു ബൈ ഡോ എക്സും എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സിനെ വെറുതെ നിർത്തി. സോ അവിടെ പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞു. പ്ലസ് അടുത്തത് നോക്കി, വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. വൈ എന്ന് പറയുന്ന എക്സിന്റെ ഫംഗ്ഷൻ അല്ല, പക്ഷെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷനാണ്. കാരണം യു ഓൾറെഡി എക്സിന്റെ വൈയുടെ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമുക്കിവിടെ വൈ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ യു ബൈ ഡോ വൈ മതി. സോ വൈ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈ. ബട്ട് ഓൾറെഡി ഡോ വൈ ഉണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ ഡോ എക്സ് ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇനി ടാൻ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു വേണം. സോറി, വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. സോ 1/2 ഇൻറ്റു ടാൻ യുവിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. കാരണം യു എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് അത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. മീൻസ് ഇവിടുന്ന് ഡോ യു ബൈ ലെഫ്റ്റ് സൈഡിലുള്ള ഡോ യു ബൈ ഡോ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സീക് സ്ക്വയർ യു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ്. ഇപ്പുറ സൈഡിലുള്ള ഇങ്ങോട്ട് കൊണ്ടുവന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിൽ ആ ഡോ യു ബൈ ഡോ എക്സിനെ കോമൺ എടുത്തു. സോ 1/2 ഇൻറ്റു സീക് സ്ക്വയർ യു മൈനസ് 1 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി ഒന്നാമത്തെ ഇക്വേഷനെ തന്നെ ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ നമ്മൾ വൈ എക്സിന്റെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫംഗ്ഷൻ അല്ല, പക്ഷെ ഡോ യു ബൈ ഡോ എക്സ് വൈയുടെ ഫംഗ്ഷൻ ആണ്, കാരണം അവിടെ യു വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വൈ എന്ന് പറയുന്ന വൈയുടെ ഫംഗ്ഷൻ ആണ്, ഡോ യു ബൈ ഡോ വൈയും വൈയുടെ ഫംഗ്ഷൻ. സോ ഈ ഒരു ടേമിനാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വരും. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ വൈ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/2 സീക് സ്ക്വയർ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ വരും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഇപ്പുറ സൈഡിലുള്ള ഡോ യു ബൈ ഡോ വൈനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 സീക് സ്ക്വയർ യു മൈനസ് 1 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ വരണം കോയിഫിഷ്യന്റ്. അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് 2xy വരണം. ഇവിടെ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിന് വൈ സ്ക്വയർ വരണം. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി നമുക്ക് കിട്ടി ഇത്രയും ഇക്വേഷനിൽ നമ്മൾ അത് നോക്കണം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഡോ എക്സ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ ഈ ഡോ എക്സ് സ്ക്വയർ വരുന്ന സമയത്ത് ഇവിടെ എക്സേ ഉള്ളൂ. സോ ഇവിടെ ഒരു എക്സും കൂടെ എക്സ് സ്ക്വയർ വരണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ടാമത്തെ ഇക്വേഷന് മുഴുവനായിട്ടും എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബാക്കി ഒന്നും നമ്മൾ നോക്കണ്ട. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇക്വേഷനിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഉണ്ട്. അതിന്റെ കോയിഫിഷ്യന്റ് വൈയെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? വൈ സ്ക്വയർ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൂന്നാമത്തെ ഇക്വേഷനെ മുഴുവൻ ഇക്വേഷനെയും വൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അതാണ് ഞാൻ ഈ ഒരു നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻ എഴുതിയത്. രണ്ടാമത്തെ ഇക്വേഷനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സീക് സ്ക്വയർ യു മൈനസ് 1 ഇൻറ്റു എക്സ് ഡോ യു ബൈ ഡോ എക്സ്. ഇനി അഞ്ചാമത്തെ മൂന്നാമത്തെ ഇക്വേഷനെ എന്ത് ചെയ്യുന്നു? വൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻ അങ്ങ് ആഡ് ചെയ്യാണ്. ആ നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻ അങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ് വൈ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഉണ്ട്. ഇവിടെ എക്സ് വൈ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് ഉണ്ട്. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഓർഡർ മാറ്റർ ചെയ്യുന്നില്ലാത്ത കാര്യം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. സോ 2xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ടിടത്തും 1/2 into sec square u minus 1 common ആണ്. So 1/2 into sec square u minus 1 into
ബാക്കി നമ്മൾ ആഡ് ചെയ്യാണ്. സോ എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1/2 ടാൻ യു എന്നുണ്ട്. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് എത്തിക്കണം അല്ലെ, അതിനുവേണ്ടി അടുത്ത അറേഞ്ച്മെന്റ്സ് ആണ്. സോ ഈ ഒരു സീക് സ്ക്വയർ യുവിനെ എങ്ങനെ എഴുതി, 1/cos സ്ക്വയർ യു എന്ന് എഴുതി. സോ 1/2 cos സ്ക്വയർ യു മൈനസ് 1 ഇൻറ്റു 1/2 ഇൻറ്റു ടാൻ യുവിനെ എങ്ങനെ എഴുതി, സൈൻ യു ബൈ കോസ് യു എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബാക്കി ഇപ്പുറ സൈഡിലുള്ളതെല്ലാം നമുക്ക് കിട്ടി. മീൻസ് നമ്മുടെ പ്രൂവ് ചെയ്യേണ്ടതിന്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കിട്ടി. ഇനി റൈറ്റ് സൈഡ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. സോ 1/2 cos സ്ക്വയർ യുവിനെ എങ്ങനെ എഴുതിയേക്കുന്നത് നോക്കിയേ, ദാറ്റ് ഈസ് 1/4 ഇൻറ്റു ഇവിടെ 1/2 നമ്മൾ എടുക്കുകയാണ്. സോ 1/4 ഇൻറ്റു 1/4 സൈൻ യു ബൈ കോസ് ക്യൂബ് യു മൈനസ് 1/2 സൈൻ യു കോസ് യു. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ്, ഓരോ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 1/2 cos സ്ക്വയർ യു ഇൻറ്റു 1/2 സൈൻ യു ബൈ കോസ് യു, ദാറ്റ് ഈസ് 1/4 സൈൻ യു ബൈ കോസ് ക്യൂബ് യു മൈനസ് അടുത്തത് ഈ മൈനസ് 1 ഇൻറ്റു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 മൈനസ് 1/2 സൈൻ യു ബൈ കോസ് യു, ദാറ്റ് ഈസ് 1/4 സൈൻ യു ബൈ കോസ് ക്യൂബ് യു മൈനസ് ഇതിനെ എങ്ങനെ എഴുതി, 2/4 സൈൻ യു കോസ് സ്ക്വയർ യു ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് യു. കാരണം നമുക്ക് ആ ഒരു എന്ത് കിട്ടണം, ഡിനോമിനേറ്റർ കോസ് ക്യൂബ് യു ആവണം അല്ലെ. ഡിനോമിനേറ്റർ കോസ് ക്യൂബ് യു ആവണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, കോസ് സ്ക്വയർ യു മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ഞാൻ ചെയ്തത്. സോ അടുത്ത സ്റ്റെപ്പില് മൈനസ് സൈൻ യു. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ടേമിൽ മൈനസ് സൈൻ യു ഉണ്ട്, ഈ ഒരു ഇതിലും സൈൻ യു ഉണ്ട്, ഇതിലും സൈൻ യു ഉണ്ട്. സോ മൈനസ് സൈൻ യു കോമൺ പുറത്തെടുത്തു. സോ മൈനസ് സൈൻ യു ഇൻറ്റു 2 cos സ്ക്വയർ യു മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 കോസ് ക്യൂബ് യു. സോ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, മൈനസ് സൈൻ യു കോസ് 2u. കാരണം 2 cos സ്ക്വയർ യു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 2u ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മൈനസ് സൈൻ യു ഇൻറ്റു കോസ് 2u ഡിവൈഡഡ് ബൈ 4 കോസ് ക്യൂബ് യു. സോ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ എയും ബിയും രണ്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ മാത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് വെക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ചെയ്താൽ നിങ്ങൾക്ക് 2.5 മാർക്ക് കിട്ടും, 2 എണ്ണം ചെയ്യുകയാണെങ്കിൽ 5 മാർക്ക് കിട്ടും, ഒരെണ്ണം ചെയ്താൽ അടുത്തതിന്റെ പകുതിയും ചെയ്യുവാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 3.5 4 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. സോ അവിടെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ്. y ഈസ് ഈക്വൽ ടു ഒരു കർവ് തന്നിട്ടുണ്ട്, എക്സിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്, x ഈസ് ഈക്വൽ ടു 0 തൊട്ട് x ഈസ് ഈക്വൽ ടു 2 വരെ. ഇത് ഓൾറെഡി നമ്മൾ നമ്മുടെ സിലബസിലുള്ള റെഫറൻസ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തത്, ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിരുന്നത്, നോട്ടിൽ ചെയ്തു വെച്ചിരുന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇവിടെ നോക്കാം. y ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് തന്നിരിക്കുന്നത്, x/2 ഹോൾ റേസ് ടു 2/3 എന്നാണ്. സോ dy/dx കണ്ടുപിടിക്കുന്നു. dy/dx ഈസ് ഈക്വൽ ടു നമുക്ക് 2/3 ഇൻറ്റു x/2 ഹോൾ റേസ് ടു മൈനസ് 1/3 ഇൻറ്റു 1/2 എന്ന് വരും. കാരണം നമ്മുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് റൂട്ട് ഓഫ് ഇന്റഗ്രൽ a ടു b റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx ഹോൾ സ്ക്വയർ ഇൻറ്റു dx അതാണ് ഫോർമുല വരുന്നത്. സോ ഇവിടെ നമ്മൾ dy/dx കണ്ടുപിടിക്കണം. അപ്പൊ dy/dx നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, 1/3 ഇൻറ്റു 2/x ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടി. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് കിടപ്പുണ്ട്. സോ ഡിനോമിനേറ്ററിൽ എക്സ് കിടന്ന സമയത്ത് വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് x ഈസ് ഈക്വൽ ടു 0. കാരണം ഇവിടെ നമുക്ക് x 0 തൊട്ട് x ഈസ് ഈക്വൽ ടു 2 വരെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, മീൻസ് ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ x ഈക്വൽ ടു 0 എന്തല്ല, ഈ ഒരു dy/dx ഡിഫൈൻഡ് അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഈ വിത്ത് റെസ്പെക്ട് ടു x നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ നേരെ തിരിക്കുകയാണ്. നേരെ തിരിച്ചുള്ള ഫോർമുല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മീൻസ് x ഈസ് ഈക്വൽ ടു g ഓഫ് y എന്ന ഫോർമാറ്റിൽ നമ്മൾ എഴുതണം. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, y ഈസ് ഈക്വൽ ടു x/2 ഹോൾ റേസ് ടു 2/3. അതിന്റെ ഗ്രാഫാണ് ഈ സൈഡിൽ വരച്ചിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു x/2 ഹോൾ റേസ് ടു 2/3. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ x/2 ഹോൾ റേസ് ടു 2/3ന്റെ പവർ കളയാനായിട്ട് y റേസ് ടു 3/2 എന്ന് കൊടുത്തു. സോ y റേസ് ടു 3/2 ഈസ് ഈക്വൽ ടു എന്ത് വരും, x/2 പവർ മാറി, x/2 ഹോൾ റേസ് ടു 2/3 ഇൻറ്റു 3/2 1 ആയി. സോ x ഈസ് ഈക്വൽ
ഈക്വൽ ടു എന്ത് വരും 2 into y raised to 3/2 എന്ന് വന്നു. സോ ഇനി നമ്മൾ y എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു നോക്കണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കർവ് നോക്കിയാൽ y എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നത്, y 0 തൊട്ട് ഈ ഒരു പോയിന്റ് വരെ വേരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് y is equal to 0 to y is equal to 1 വരെയാണ് yയുടെ വേരിയേഷൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് dx by dy കാൽക്കുലേറ്റ് ചെയ്യുന്നു. dx by dy is equal to 2 into 3/2 into y raised to 1/2. അത് നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതാണ്. y raised to 3/2 ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 3/2 into y raised to 3/2 minus 1, that is 2 into 3/2 into y raised to 1/2, that is 3 into y raised to 1/2. So it is continuous at 0 1. 0 1 ഈ ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് ലെങ്ത് ഓഫ് ദ കർവിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതാണ് ലെങ്ത് ഓഫ് ദ കർവിന്റെ ഇക്വേഷൻ. ഇന്റഗ്രൽ c to d root of 1 plus dx by dy whole square dy. സോ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഇത് എന്ത് കിട്ടും, u is root of 1 plus 9y dx by dy 3 into y raised to 1/2 എന്ന് കിട്ടി. സോ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 into y raised to 1/2 whole square, that is 9y എന്ന് വരും. സോ ഇന്റഗ്രൽ 0 to 1 root of 1 plus 9y dy. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. u is equal to 1 plus 9y, so du is equal to 9 dy എന്ന് വരും. സോ du by 9 is equal to dy. അതുപോലെ തന്നെ y is equal to 0, then u is equal to y equal to 0 കൊടുത്തു കഴിയുമ്പോൾ u is equal to 1 വരും. y is equal to 1 കൊടുത്തു കഴിയുമ്പോൾ u is equal to 10 വരും. സോ നമുക്ക് ഇവിടെ ലിമിറ്റ് എങ്ങനെ കൊടുക്കാം, ഇതെങ്ങനെ വരും, ഇന്റഗ്രൽ 1 to 10 root u into du divided by 9. So that is 1/9 പുറത്തോട്ട് എടുത്തു. 1/9 into integral 1 to 10 root u du. That is 1/9 into root u into integral. That is u raised to 3/2 whole divided by 3/2 from 1 to 10. So that is 1/9 into 2/3 into u in substitute ചെയ്യാണ് 1 plus 9y whole raised to 3/2 from 0 to 1. So 2/27 into 10 raised to 3/2 minus 1. ഇവിടം വരെ ആൻസർ എഴുതിയാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക കേട്ടോ, ഇതെങ്ങനെ ചെയ്തത് എന്നുള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലെംനിസ്കേറ്റ് r² is equal to 4 cos 2θ. അപ്പം നേരത്തെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാർഡിയോയിഡിന്റെ കാര്യം 22ാമത്തെ ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ ഒരു ഫിഗർ ഞാൻ പറഞ്ഞിരുന്നു കാർഡിയോയിഡ്. അപ്പൊ ഞാൻ മെൻഷൻ ചെയ്ത ഒരു പേരാണ് ലെംനിസ്കേറ്റ്. സോ ലെംനിസ്കേറ്റ് എന്താണ്, അതിന്റെ ഒരു ഫിഗർ സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഇത് ഓർത്ത് വെക്കണം എന്നുള്ളത്. സോ ഇതാണ് ലെംനിസ്കേറ്റിന്റെ ഫിഗർ. ഈ ഒരു ലെംനിസ്കേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ക്വാഡ്രന്റിലും ഈക്വൽ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. മീൻസ് ഇവിടെ കവർ ചെയ്യുന്ന അതേ ഏരിയ ആണ് ഇവിടെയും കവർ ചെയ്യുന്നത്. ഞാൻ വരയ്ക്കുന്ന ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ കവർ ചെയ്യുന്ന അതേ ഏരിയ ആണ് സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഈ ഒരു ലെംനിസ്കേറ്റ് കവർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മീൻസ് ഈ ഒരു ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ രണ്ട് റീജിയന്റെ ഏരിയ ഇൻറ്റു 2 ചെയ്താൽ മതി. സോ ഈ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടം തൊട്ട് ഇവിടെ ഈ ഒരു പോർഷന്റെ ഏരിയ. അപ്പൊ ഇവിടെ ആംഗിൾ വ്യത്യാസപ്പെടുന്നത് -π/4 തൊട്ട് π/4 വരെയാണ്. സോ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ചെയ്യാണ്. അപ്പൊ 2 into ഇന്റഗ്രൽ -π/4 π/4 ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫുൾ ലെംനിസ്കേറ്റിന്റെ ഏരിയ നമുക്ക് കിട്ടും. സോ a is equal to ഇക്വേഷൻ എഴുതി 2 into ഇന്റഗ്രൽ -π/4 to π/4 r θ. സോ നമുക്ക് ഇത് r² θ. സോ r²ന്റെ വാല്യൂ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, r² is equal to 4 cos 2θ dθ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 cos 2θ dθ ഇന്റഗ്രൽ എന്താണ്, sin 2θ divided by 2. ഇവിടെ ഒരു 4 ഉണ്ട്. സോ പുറത്തോട്ട് വരുമ്പോൾ 8 ആയി. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. sin π/2 1 ആണ്. സൈൻ ഓഫ് -π/2 എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് പ്ലസ് ആയി. സോ 4 into 2 ആൻസർ എത്രയാണ്, 8 യൂണിറ്റ്സ് വരും. അല്ലാതെ നിങ്ങൾ ഇപ്പം 0 to π/2 ലിമിറ്റ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ തെറ്റും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ്സ് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 3/3 മെട്രിക്സ്. ആ മെട്രിക്സിനെ ഡയഗണൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഡയഗണൽ ഫോം എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഒരു മെട്രിക്സിന്റെ ഡയഗണൽ ഫോം എന്ന് നമുക്ക് അറിയണം. അപ്പൊ ഞാൻ a is equal to ഒരു മെട്രിക്സ് എടുക്കുകയാണ്, ഒരു സ്ക്വയർ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ ഫോം എന്ന് പറഞ്ഞ എന്താ, d is equal to p inverse AP എന്ന് എഴുതാൻ പറ്റുന്ന കണക്കിന് d ആണ് എന്ത്, ഈ ഒരു മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഡയഗണൽ ഫോം. ഈ p എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ്.
പി എന്ന് പറയുന്ന മെട്രിക്സിന്റെ പേരാണ് മോഡൽ മെട്രിക്സ്. അപ്പൊ ഈ ഒരു മെട്രിക്സ് സിമ്പിൾ ആയിട്ട് ഡയഗണൽ മെട്രിക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എങ്കിൽ പോലും 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആൻഡ് ഈ ഒരു മോഡൽ മെട്രിക്സ് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഡയഗണൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു 3x3 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല, നിങ്ങളത് ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഓൾറെഡി വേറെ ക്വസ്റ്റ്യൻസിൽ ഞാൻ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ എന്ത് കിട്ടി, ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഈ ഒരു ഇക്വേഷനെ എന്ത് ചെയ്യുന്നു, ലാംഡ മൈനസ് 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിന് സോൾവ് ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് റൂട്ട് കിട്ടുന്നത് ഒന്ന് ലാംഡ ഈസ് ഈക്വൽ ടു 1 ആണ്, അടുത്ത ലാംഡ 2 ഈസ് ഈക്വൽ ടു √5 കിട്ടും, അതുപോലെ ലാംഡ 3 ഈസ് ഈക്വൽ ടു മൈനസ് √5 കിട്ടും. അപ്പൊ ഈ 3 എണ്ണമാണ് ഈ ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ മീൻസ് ഡയഗണൽ മെട്രിക്സ് എങ്ങനെ എഴുതാം, ഡയഗണൽ എലമെന്റ്സ് ഈ ഒരു ഐഗൻ വാല്യൂസ് ദാറ്റ് ഈസ് 1 0 0 0 √5 0 0 0 മൈനസ് √5. ഇതാണ് ഈ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ ഫോം. പക്ഷേ നമ്മൾ ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം അതിന്റെ മോഡൽ മെട്രിക്സും കൂടെ എഴുതിയാലേ ഇതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുള്ളൂ. കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, ഒന്നും ഇല്ലാതെ വരും. സോ ഇത് സോൾവ് ചെയ്യുന്നു. സോ ലാംഡ ഈസിക്കൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഐഗൻ വെക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ 3 ഐഗൻ വാല്യൂസിന് കറസ്പോണ്ട് എങ്ങനെയാണ് മോഡൽ മെട്രിക്സ് പി എഴുതുന്നതെന്ന് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ലാംഡ ഈസിക്കൽ ടു 1 ആവുമ്പോൾ ഈ ഒരു മെട്രിക്സ് ഇക്വേഷൻ എങ്ങനെയാവും എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് AX ഈസ് ഈക്വൽ ടു that is a minus lambda I into x is equal to 0. ആ ഒരു മെട്രിക്സ് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ലാംഡ ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡ ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മെട്രിക്സ് എന്താവും, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 1 മൈനസ് 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. സോ മൈനസ് 2 2 മൈനസ് 2 1 2 മൈനസ് 1 2 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 1. സോ ഇതാണ് മെട്രിക്സ് വരുന്നത്. സോ മെട്രിക്സ് എഴുതി ഇൻറ്റു x1 x2 x3 3 വെക്ടേഴ്സ് ഉണ്ട്. സോ x1 x2 x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ മൈനസ് 2 ഇൻറ്റു x1 ദാറ്റ് ഈസ് മൈനസ് 2x1 മൈനസ് 2x1 2 ഇൻറ്റു x2 പ്ലസ് 2x2 മൈനസ് 2 ഇൻറ്റു x3 മൈനസ് 2x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതുപോലെ തന്നെ 3 ഇക്വേഷൻ, അതാണ് ഞാൻ ഈ എഴുതിയ ഇക്വേഷൻസ്. ഇവിടെ x1 x2 x3ക്ക് ഇവിടെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന xyz എന്ന് പറയുന്ന 3 വേരിയബിൾസ് ആണ്. സോ മൈനസ് 2x പ്ലസ് 2y മൈനസ് 2z ഇസ് ഈക്വൽ ടു 0, x പ്ലസ് y പ്ലസ് z ഇസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ മൂന്നാമത്തെ നോക്കുമ്പോൾ മൈനസ് x മൈനസ് y മൈനസ് z ഇസ് ഈക്വൽ ടു 0. ഇതിന്റെ അകത്ത് നമ്മൾ സോൾവ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. x ഈക്വൽ ടു 1 y ഈക്വൽ ടു 0 z ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. ഇനി കറസ്പോണ്ടിങ് ലാംഡ ഈസ് ഈക്വൽ ടു √5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷൻ എഴുതി ഫൈനൽ ആൻസർ നമുക്ക് നോക്കാം. x ഈസ് ഈക്വൽ ടു √5 മൈനസ് 1 എന്ന് കിട്ടും, y ഈസ് ഈക്വൽ ടു 1 z ഈസ് ഈക്വൽ ടു മൈനസ് 1. അതുപോലെ ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് √5 കൊടുക്കുമ്പോൾ വാല്യൂസ് കിട്ടി. ഇനി ഇതിന്റെ മോഡൽ മെട്രിക്സ് എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ലാംഡ ഈസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ x ഈക്വൽ ടു y ഈക്വൽ ടു z 3 വേരിയബിൾസ് കിട്ടിയത് 1 0 1 വാല്യൂ കിട്ടി. അത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി. അടുത്തത് ലാംഡ ഈസ് ഈക്വൽ ടു √5 കൊടുത്തപ്പോൾ കിട്ടിയ 3 വാല്യൂസ് ഇതാണ്. ഇത് അടുത്ത കോളം ആയിട്ട് എഴുതി, ദാറ്റ് ഈസ് √5 മൈനസ് 1 1 മൈനസ് 1. അടുത്ത ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് √5 കിട്ടിയപ്പോൾ ഉള്ള വാല്യൂസ് അടുത്ത കോളം ആയിട്ട് എഴുതി, ദാറ്റ് ഈസ് √5 പ്ലസ് 1 മൈനസ് 1 1. സോ ഇതാണ് ഈ ഒരു മോഡൽ മെട്രിക്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം, therefore d is equal to p inverse AP. ഇതൊന്നും കണ്ടുപിടിക്കാനായിട്ട് p inverse ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, ഡയറക്റ്റ് ഡയഗണൽ ഫോം എഴുതാം. 1 0 0 0 √5 0 0 0 മൈനസ് √5. സോ നമ്മുടെ 5 മാർക്കിന്റെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് 26ാമത്തേത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് IN ഈസ് ഈക്വൽ ടു ഒരു ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ 0 to a² മൈനസ് x² ഹോൾ റേസ് ടു n dx ആൻഡ് n ഗ്രേറ്റർ ദാൻ 0. പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. IN ഈസ് ഈക്വൽ ടു 2na² ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ഇൻറ്റു IN മൈനസ് 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി നോട്ടിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ IN ഈസ് ഈക്വൽ ടു നോട്ടിൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസിന്റെ റെഫറൻസ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ സെയിം ക്വസ്റ്റ്യൻ ആണ്, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് തന്നിരിക്കുന്ന IN ഈസ് ഈക്വൽ ടു എന്താണ്, IN ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a² മൈനസ് x² ഹോൾ റേസ് ടു n ഇൻറ്റു dx എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത് എന്ത്
ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ആ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു റൂട്ട് ഐഡന്റിറ്റിയാണ് എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും നമ്മൾ ബേസ് ഫോർമുലയായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുത്തത്. സോ ഡി എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കൊടുത്തു. അടുത്ത നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ നോക്കണം. ലിമിറ്റ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 0 to a ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. എക്സ് ഈസ് ഈക്വൽ ടു a വരുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? π/2. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു a വരുമ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു π/2 ആണ്. സോ ഐ എന്നിന്റെ ഇന്റഗ്രൽ എങ്ങനെ വരും? ഐ എൻ ഈസ് ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഐ എൻ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 a സ്ക്വയർ മൈനസ് a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു n ഇൻറ്റു dx-ന്റെ വാല്യൂ a കോസ് തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? a സ്ക്വയർ പുറത്തെടുത്തു. ഹോൾ റേസ് ടു n ഉള്ളതുകൊണ്ട് a സ്ക്വയർ ഹോൾ റേസ് ടു n ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു n ഇൻറ്റു a കോസ് തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് a റേസ് ടു 2n ഇൻറ്റു ഒരു a ഉണ്ട് ഇവിടെ. സോ അതിന് ഇങ്ങോട്ട് എഴുതി a റേസ് ടു 2n ഇൻറ്റു a into cos square theta whole raised to n. 1 minus sin square theta എന്താണ്? cos square theta ആണ്. So cos square theta whole raised to n into cos theta d theta. അടുത്ത സ്റ്റെപ്പിൽ a raised to 2n into a എന്താണ്? a raised to 2n plus 1 ആണ്. So integral 0 to π/2 a raised to 2n plus 1 into cos square theta whole raised to n എന്ന് പറയുന്നത് cos raised to 2n theta ആണ്. cos raised to 2n theta into cos theta എന്ന് പറയുന്നത് cos raised to 2n plus 1 theta d theta എന്നാണ്. So ഇതിനെ ഞാൻ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് a raised to 2n plus 1 into integral 0 to π/2 cos raised to 2n plus 1 theta d theta. അതിന്റെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ a raised to 2n plus 1 into ഇവിടെ 0 to π/2 ലിമിറ്റ് കൊടുത്ത് ഈ കോസ് റേസ് ടു ഇന്റഗ്രൽ കോസ് റേസ് ടു nx dx ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. ഇന്റഗ്രൽ കോസ് റേസ് ടു nx dx ന്റെ ഫോർമുല ഇതാണ്. കോസ് റേസ് ടു n minus 1x into sin x divided by n plus n minus 1 by n into integral cos raised to n minus 2x dx. സോ നമ്മൾ ഇവിടെ n ന് പകരം 2n plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ n minus 1 എന്നുള്ള എന്തായി? 2n plus 1 minus 1 into sin theta divided by n ന് പകരം 2n plus 1 from 0 to π/2 plus അടുത്തതോ n minus 1 that is 2n plus 1 minus 1 divided by n ന് പകരം 2n plus 1 from integral 0 to π/2 ഇവിടെ n minus 2 that is 2n plus 1 minus 2 theta d theta. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ് ഇത്. that is a raised to 2n plus 1 into ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. so that is this is 1 minus 1 0 ആയി. അടുത്ത cos raised to 2n theta into sin theta divided by 2n plus 1 from 0 to π/2 plus 2n divided by അതെങ്ങനെ വന്നു? ഈ 2n plus 1 minus 1 എന്താണ്? 2n ആണ്. സോ 2n divided by 2n plus 1 into integral 0 to π/2 2n plus 1 minus 2. 1 minus 2 എന്താ? minus 1. സോ cos raised to 2n minus 1 theta d theta. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് a raised to 2n plus 1 into ഫ്രം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ ഇത് മുഴുവൻ 0 ആയി പോകും. കാരണം ഇവിടെ π/2 കോസും വരുന്നുണ്ട് സൈനും വരുന്നുണ്ട്. കോസ് π/2 0 ആണ്, സൈൻ 0 0 ആണ്. സോ അത് മുഴുവൻ 0 ആയിപ്പോയി. സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ 0 എഴുതാം. സോ a raised to 2n plus 1 into 2n divided by 2n plus 1 from integral 0 to π/2 cos raised to 2n minus 1 theta d theta. That is 2n divided by 2n plus 1 into a raised to 2n plus 1 from integral 0 to π/2 cos raised to 2n minus 1 theta d theta. അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് a raised to 2n plus 1 ന് ഞാൻ ഒരു -2 ചെയ്തു, +2 ചെയ്തു. അപ്പൊ എങ്ങനെ വരും എന്ന് നോക്കാം. ദാറ്റ് ഈസ് 2n divided by 2n plus 1 into a raised to 2n minus 1 plus 2 from integral 0 to π/2 cos raised to 2n minus 1 theta d theta. That is 2n by 2n plus 1 into ഇവിടെ നമുക്ക് ഇതിനെ a raised to 2n minus 1 into a square നേരെ മറിച്ച് എഴുതാം. സോ ഇന്റഗ്രൽ 0 to π/2 cos raised to 2n minus 1 theta d theta. ഈ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതെന്ന് പറയുന്നത് എന്താ? that is 2n ഇവിടെ a square ഇങ്ങോട്ട് എഴുതി 2n a square divided by 2n plus 1 into a raised to 2n minus 1 from integral 0 to π/2 cos raised to 2n minus 1 theta d theta. ഇത് എന്താ? ഇത് in minus 1. കാരണം in എന്തായിരുന്നു? നമ്മൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ in എന്തായിരുന്നു എഴുതിയത്? a 2n plus 1. അപ്പം in minus 1 എന്ത് വരും? n ന് പകരം n minus 1 വരണം. സോ 2n minus 1 plus 1 that is a raised to 2n minus 1 എന്ന് വരണം. സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? that is 2n a square divided by 2n plus 1 into in minus 1. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. പാർട്ട്
ഡിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻസും ഓരോ പാഠത്തിൽ നിന്നും ഇതുമാണ് വന്നിരിക്കുന്നത്. അതില് 23ാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് യൂണിറ്റിന്, 24ാമത്തെ ക്വസ്റ്റ്യൻ 3ാമത്തെ യൂണിറ്റിന്, 25ാമത്തെ ക്വസ്റ്റ്യൻ 4ാമത്തെ യൂണിറ്റിന്, 26ാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് യൂണിറ്റിന്. ഇങ്ങനെയാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഓരോ പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ലാസ്റ്റ് പാർട്ടില് 4 യൂണിറ്റിനും ഓരോ ക്വസ്റ്റ്യൻസ് വീതം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കാണ്. സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി തന്നെ പഠിക്കുക. എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 6 മാർക്കിന് ചോദിക്കുന്നത് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ.